IPL കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിന് വേണ്ടിയാണ്. ജൂൺ 1 തീയതി മുതൽ ഇന്ത്യക്ക് സന്നാഹ മത്സരങ്ങളുണ്ട്. ഇപ്പോഴിതാ T20 വേൾഡ് കപ്പിൽ ആരായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ? ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിൽ സഞ്ജുവിനെയും ഋഷഭ് പന്തിനെയും എടുത്തിട്ടുണ്ട്. പക്ഷേ ആരായിരിക്കും കീപ്പർ ആവുക എന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് T20 വേൾഡ് കപ്പിനാണ്. ഇന്ത്യൻ ടീമിനെ എന്ത് വില കൊടുത്തും ഒരു കപ്പ് നേടിക്കൊടുക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. ഈ വേൾഡ് കപ്പിൽ ഒരുപാട് താരങ്ങൾ ടീമിലുണ്ട്. കീപ്പർ സ്ഥാനത്തേക്ക് 2 താരങ്ങളെയാണ് BCCI എടുത്തിരിക്കുന്നത്. അത് സഞ്ജുവും ഋഷഭ് പന്തുമാണ്. 2 താരങ്ങളും മികച്ചവരാണ്. ആരും തന്നെ മുൻപന്തിയിലില്ല. സഞ്ജു കീപ്പറായാലും പന്ത് കീപ്പറായാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആരും തമ്മിലും പക്ഷഭേദമില്ല. ഓരോ മാച്ചിലും ഓരോ താരങ്ങളെ ഞങ്ങൾ കളിപ്പിക്കും. ഫോം ഔട്ടായാൽ ആ താരത്തെ മാറ്റി മറ്റൊരു താരത്തിന് അവസരം കൊടുക്കും. എങ്ങനെയെങ്കിലും കളിച്ച് ജയിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. ആദ്യ മാച്ചിൽ ആരെ കീപ്പറാക്കണമെന്നത് ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. ഓരോ മാച്ചിനും അടിസ്ഥാനത്തിലായിരിക്കും പ്ലേയിങ് 11 തീരുമാനിക്കുന്നത്. ദ്രാവിഡും ഞാനും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വേൾഡ് കപ്പ് തുടങ്ങിയാൽ മാത്രമേ ആരൊക്കെ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നത് പറയാൻ സാധിക്കുകയുള്ളൂ. സഞ്ജുവും ഋഷഭ് പന്തും വേൾഡ് കപ്പിൽ ഉറപ്പായിട്ടും കളിക്കും. 2 പേരും പ്രതിഭയുള്ളവരാണ്. ഇത്തവണ ഞങ്ങൾ കപ്പുമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. T20 വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിൽ സഞ്ജു തകർത്തടിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ അവസരം കൊടുക്കാനാണ് രോഹിത് ശർമ്മയുടെ പദ്ധതി. വേൾഡ് കപ്പിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജു ഇപ്പോൾ IPL-ൽ മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.